നമ്മൾ മലപ്പുറത്തേക്ക് പോകുമ്പോൾ മലപ്പുറം ആനങ്ങാടിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിക്കുകയും പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്ത കേസിലെ പ്രതിക്ക് ജാമ്യം. ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖിനാണ് ജാമ്യം ലഭിച്ചത്. പരപ്പനങ്ങാടി CI അടങ്ങുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ മർദ്ദിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിക്ക് വേഗം ജാമ്യം ലഭിച്ചത് വിവാദവുമായി. അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഇയാൾക്ക് ഇത്രയും വേഗം ജാമ്യം കിട്ടാനുള്ള കാരണം എന്താണ്? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് പോലീസിനെ ആക്രമിച്ചു, അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസിന്റെ വാഹനം നശിപ്പിക്കാൻ ശ്രമിച്ചു, പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ സാദിഖിനെതിരെ ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ചയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. പക്ഷേ 2 ദിവസത്തിനകം ഇയാൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരപ്പനങ്ങാടി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഇയാൾക്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് കടുത്ത എതിർപ്പുണ്ടായിട്ടും ജാമ്യം ലഭിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പോലീസിനെതിരെ നടത്തിയ അക്രമം, അതേപോലെ പെട്രോൾ പമ്പ് ജീവനക്കാരനെതിരെ നടത്തിയ അക്രമം, ഇതൊക്കെ ഗുരുതരമായ കുറ്റങ്ങളായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടും ഈ വളരെ വേഗത്തിൽ ഈ മുൻപ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമെല്ലാം വളരെ വിശദമായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടും ജാമ്യം എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. പോലീസിനെ സംബന്ധിച്ച് അവരുടെ ആത്മവീര്യം തകർക്കുന്ന ഒന്നാണ്. മാത്രമല്ല ആ പ്രദേശത്ത് ഇനിയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനെതിരെ ഇയാളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും അക്രമം ഉണ്ടാകുമോ എന്ന ഭീഷണിയുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള തുടർച്ചയായിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ചരിത്രമുള്ള ലഹരിക്ക് അടിമയായിട്ടുള്ള പൊതുവിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന വ്യക്തിത്വമായിട്ട് കാണുന്ന ഇയാൾക്ക് വളരെ വേഗത്തിൽ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എന്താണെങ്കിലും ഇതിനെതിരെ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ കേസിന്റെ അന്വേഷണത്തേക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്നും പറയാനാകില്ല. ഇയാളുടെ ഈ ലഹരി പശ്ചാത്തലമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പോലീസിന്റെ സംശയത്തിൽ ഉള്ള ഒരു കാര്യം. ഇയാൾ ലഹരി കടത്തിന് ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു ചോദ്യമായിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസിനെ സംബന്ധിച്ച് വളരെ ഗൗരവമാർന്ന ഒരു കാര്യമായിട്ട് അവൻ എടുക്കുന്നത് അധികം റിസ്ക് എടുത്തുകൊണ്ടാണ്. അതായത് ഇയാൾ ആക്രമിച്ചിരുന്നു, പോലീസിനെ ആക്രമിക്കുകയും CI അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിക്ക് വളരെ വേഗത്തിൽ ജാമ്യം ലഭിച്ചു എന്നുള്ളത് വളരെ അതായത് ഇയാളെ റിമാൻഡ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. റിമാൻഡ് ചെയ്തിട്ടും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി ഇയാൾ ആക്രമിക്കുന്നതും പോലീസുകാരെ മർദ്ദിക്കുന്നതും ഉൾപ്പെടെ കണ്ടിട്ടും ഈ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ജാമ്യം കിട്ടുമ്പോഴാണ് ഈ ചോദ്യം. അതായത് ഈ ലഹരി ഇടപാട് കേസ് അല്ലെങ്കിൽ ഈ ആക്രമണം ഇത്രയും തെളിവുകൾ ഉൾപ്പെടെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്ര വേഗം ജാമ്യം ഞെട്ടിപ്പിക്കുന്നതാണോ? 1, 2 ഇയാൾക്ക് അത്ര വലിയ പിടിപാടാണോ? അല്ലെങ്കിൽ ഇയാളുടെ പിന്നിൽ ഇത്ര വലിയ ശക്തികളുണ്ടോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യവും ഉണ്ടാകുമല്ലോ. തീർച്ചയായും ഇത് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. APP പബ്ലിക് പ്രോസിക്യൂട്ടർ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. ഇയാൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന വാദമുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളും ഒരുപക്ഷെ ദൃശ്യങ്ങളൊന്നും കോടതിക്ക് മുമ്പാകെ പൂർണ്ണമായിട്ട് നമുക്ക് തെളിവായിട്ട് ഈ ഘട്ടത്തിൽ പലപ്പോഴും എടുക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഒരേ തരത്തിലുള്ള തെറ്റ് അല്ലെങ്കിൽ കുറ്റങ്ങൾ ആവർത്തിക്കുന്നു, പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്നു, ബാധ്യതയാകുന്നു, നിയമപാലകരെ പരിക്കേൽപ്പിക്കുന്നു, നിയമപാലകർ സഞ്ചരിച്ച വാഹനം തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വളരെ ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അപ്പുറം പോലീസിനെ ആക്രമിച്ച ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയണം. അങ്ങനെയുള്ള കുറ്റങ്ങളുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ജാമ്യം ഇത്ര വേഗം ലഭിച്ചു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് ഏത് തരത്തിലാണ് കോടതി ഈ കാര്യത്തിൽ സമീപിച്ചതെന്ന ചോദ്യമൊക്കെ വരുന്നത്. പക്ഷേ ഇതിനെതിരെ ഇനി മുകളിലേക്ക് ഒരു ഹർജി ജാമ്യം റദ്ദാക്കാൻ ഉള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പൊതുസമൂഹത്തിന് ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള അടിക്കടി കുറ്റങ്ങൾ ചെയ്ത ചരിത്രമുള്ള നിലവിൽ തന്നെ 4 or 5 കേസുകളുള്ള ലഹരി ഉപയോഗിക്കുന്ന ലഹരി കടത്തുകാരനെന്ന് പോലീസ് കരുതുന്ന ഒരു വ്യക്തി ഒരു വലിയ പൊതുസമൂഹത്തിനൊക്കെ ഭീഷണിയാവുന്ന തരത്തിൽ കൃത്യം ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ പോലും അതിൻ്റെ ശിക്ഷ ലഭിക്കാതെ സർവ്വസ്വതന്ത്രനായി നടക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. അതാണെങ്കിലും ഇത് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ്. ഇത്രയും വേഗത്തിൽ ഒരു ജാമ്യം ലഭിക്കാവുന്ന സംവിധാനങ്ങളാണോ ഒരു ക്രിമിനൽ കേസിലെ പ്രതിക്ക് ഇത്രയും വേഗത്തിൽ ജാമ്യം ലഭിക്കാവുന്ന സംവിധാനങ്ങളാണോ ഇവിടെ ഉള്ളത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അല്ല അനുമോദ്, സ്വാഭാവികമായിട്ടും കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു
ധാരണ ഇവിടെ കിട്ടേണ്ടതുണ്ടല്ലോ. അതായത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങളുണ്ട്? കാരണം ഇയാൾ എന്താണ് വാദിച്ചത്? കാരണം ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിക്ക് റിമാൻഡിലാക്കിയത് അതിന് പിന്നാലെ തന്നെ ഈ ജാമ്യം കൊടുക്കുമ്പോഴേക്കും എന്തായിരുന്നു ഇയാൾ വാദിച്ചത്, അല്ലെങ്കിൽ ഇയാളുടെ പക്കൽ ഇയാളുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്തായിരുന്നു, ഇയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തായിരിക്കും പറഞ്ഞതെന്നത് സംബന്ധിച്ച് വിശദാംശങ്ങളുണ്ട്. രണ്ട്, സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിവേഗം ജാമ്യം കൊടുക്കുമ്പോഴേക്കും പോലീസിന്റെ നീക്കങ്ങൾ വരും മണിക്കൂറുകളിലായിരിക്കും അറിയാം. പക്ഷേ ശക്തമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കണം. ഇതിൽ ഒന്ന്, നമുക്ക് കോടതി അലക്ഷ്യം എന്നൊരു സാധനം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കോടതിയെ കൂടുതൽ വിമർശിക്കുന്ന നമുക്ക് പലതിനും പരിമിതികളുണ്ട്. കാരണം കോടതി നീതിപീഠമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നടപടികളെ നമുക്ക് പൂർണ്ണമായിട്ടും വിമർശിക്കുക എന്നുള്ളത് നിയമപരമായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അത് കോടതി ലക്ഷ്യത്തിനും മറ്റ് നിയമപ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വഴിവെക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഈ ജാമ്യം മറ്റുമൊക്കെ വിശദമാക്കിയിട്ടാണ്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ജാമ്യം അവകാശമാണെന്ന് തരത്തിലേക്ക് കോടതി എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ തന്നെയാണ്, കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. ശരി, എന്തായാലും ക്രിമിനൽ കേസ് പ്രതിക്ക് അതിവേഗ ജാമ്യം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഈ അതിവേഗ ജാമ്യം കിട്ടി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പോലീസ് സ്വാഭാവികമായിട്ടും 4 പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ആക്രമിച്ചൊരു പശ്ചാത്തലത്തിലാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തതയുണ്ടാകും. CB അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോകുന്നു, മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.